എല്ലാ പാതകളും പല പാതകളുണ്ട് ശബരിമലയിലേക്ക്, പല വഴികളുണ്ട് സന്നിധാനത്തേക്ക്. അത് വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രം വഴിയുള്ള കാനന പാതയുണ്ട്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഭക്തരൊക്കെ പോകുന്ന നിലയ്ക്കൽ വഴി, പമ്പ വഴി, പിന്നീട് മല ചവിട്ടി കയറുന്ന പാത. അതല്ലെങ്കിൽ ഐതിഹ്യങ്ങളിൽ ഏറെ വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ പറയുന്ന തരത്തിൽ എരുമേലിയിൽ നിന്ന് വന്ന അഴുതയിൽ മുങ്ങിക്കുളിച്ച് കല്ലിടാങ്കുന്നിൽ കല്ല് വെച്ച് അങ്ങനെ പമ്പയിലേക്ക് എത്തുന്ന യാത്ര. ഇതൊന്നുമല്ല പക്ഷേ തിരുവാഭരണ ഘോഷയാത്ര എന്ന ഘോഷയാത്രയ്ക്കൊപ്പം അനുഗമിക്കുന്ന അനുയാത്രാ സംഘത്തിന്റെയും ഒക്കെ സന്നിധാനത്തേക്കുള്ള തീർത്ഥയാത്ര. അത് ഒരു ഇടപെട്ടോട്ടെ. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്, വിജയകുമാർ, ഈ അനുജ്ഞ എന്നാൽ എന്താണ് എന്നത്. അനുവാദം. അതെ, അത് അനുവാദം എന്നൊരർത്ഥമേ ഉള്ളൂ. അത് നമ്മൾക്കറിയാം, ഈ ക്ഷേത്ര ചടങ്ങുകളിൽ ഒരു ഭാഗമാണ്. അനുജ്ഞ കലശം എന്ന് പറയാറുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ നട തുറക്കുന്നതിന്റെ കാലം കൂട്ടണം, അത് 5 ദിവസം എന്നുള്ളത് കൂട്ടണം എന്നൊക്കെ പറയാറുണ്ട്. ആ സമയത്ത് അയ്യപ്പന്റെ അനുജ്ഞ വാങ്ങണം. നേരത്തെ ഒരു വിവാദം ഉണ്ടായിരുന്നു, 18ാം പടിയുടെ വീതി കൂട്ടണമെന്നത്. ആ സമയത്ത് അത് അയ്യപ്പന്റെ അനുജ്ഞ വാങ്ങുക, എന്നാൽ അത് അയ്യപ്പനോട് ചോദിച്ചിട്ട് അനുജ്ഞ വാങ്ങുക എന്നതൊരു സങ്കല്പമാണ്, ഒരു താന്ത്രിക രീതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു താന്ത്രിക രീതിയാണ് അനുജ്ഞ എന്നത്. അനുവാദം, അതാ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ നിങ്ങളെ അനുവദിച്ചിരിക്കുന്നു എന്ന ഒരു സങ്കല്പം, ഒരു താന്ത്രിക രീതി എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. മാത്രമല്ല, ഇരുമുടിക്കെട്ടില്ലാതെ നിങ്ങൾക്ക് 18ാം പടി കയറുവാൻ വേണ്ടിയുള്ള ഒരു അനുവാദം കൂടിയാണ് ആ കഴുത്തിലണിയുന്ന പൂമാലകൾ. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നത്. തിരുവാഭരണ ഘോഷയാത്രയെ പറ്റിയാണ്. പന്തളത്ത് നിന്ന് ആരംഭിച്ച് 83 കിലോമീറ്ററാണ്. അത് 3 ദിവസങ്ങളിലായാണ് ആ യാത്ര പൂർത്തിയാക്കുന്നത്. ആദ്യ ദിവസം കൈപ്പുഴ, കുളനട, ഉള്ളന്നൂർ, പറയങ്കര അങ്ങനെ കടന്ന് കിടങ്ങന്നൂർ, ആറന്മുള വഴി 1ാം ദിവസം പുതിയകാവിൽ വിശ്രമിക്കും. അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്നു. 2ാം ദിവസം അവിടെ നിന്ന് യാത്ര ആരംഭിച്ച് പേരൂച്ചാൽ, കീക്കുഴൂർ, അങ്ങനെ റാന്നിയുടെ ഭാഗങ്ങളിലേക്ക് ഇടക്കുളം, വടശ്ശേരിക്കര, പെരുന്നാട്, ഇതിൽ ഇടയിൽ കുറേയേറെ സ്ഥലങ്ങളുണ്ട്. അവിടത്തേക്ക് ക്ഷേത്രങ്ങളിൽ സ്വീകരണമുണ്ട്. ഇതിനിടയിൽ 2 വീടുകളിൽ സ്വീകരണമുണ്ട്. അത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുമ്പ് പന്തളം രാജകൊട്ടാരത്തിൽ നിന്നുള്ള ഈ തിരുവാഭരണ ഘോഷയാത്രയിൽ അവരെ അനുഗമിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകൾ ഏൽപ്പിച്ചിരുന്ന 2 വീടുകളിൽ കൂടി ഈ തിരുവാഭരണ സംഘം, ഈ തിരുവാഭരണ ഏറ്റിക്കൊണ്ട് വരുന്ന സംഘം വിശ്രമിക്കും. ഇവിടങ്ങളിലെല്ലാം അവർക്ക് വലിയ സ്വീകരണം നൽകും. പൂമാലകളും പുഷ്പവൃഷ്ടിയും ഒക്കെയായി ആ പേടകങ്ങളിലേക്ക് പൂമാലകൾ സമർപ്പിക്കുന്നത് കാണാം. അങ്ങനെ പ്രാർത്ഥനാ നിർഭരമായ ഒരു യാത്രയാണ് ആ പരമ്പരാഗത തിരുവാഭരണ പാത. അത് മുമ്പ് എസ് വിജയകുമാർ സൂചിപ്പിച്ചിരുന്നു. കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിച്ചപ്പോൾ വൃത്തിയാക്കിയെടുത്തൊരു തിരുവാഭരണ പാതയാണ്. ആ പരമ്പരാഗത പാതയിലൂടെയാണ് എത്തുന്നത്. 3ാം ദിവസം മുതൽ അത് ഏറ്റവും വ്യത്യസ്തമായ, അല്ലെങ്കിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് മാത്രം ഉള്ള ഒരു യാത്രയാണത്. മറ്റാരും ആ പാതയിലൂടെ സാധാരണഗതിയിൽ സഞ്ചരിക്കാറില്ല. അത് പ്ലാപ്പള്ളി, ഇലവുങ്കൽ, നിലയ്ക്കൽ, അട്ടത്തോട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുത്തിറക്കമാണ്. അത് നേരെ പോകുന്ന കൊല്ലമൂഴി, വെള്ളച്ചിമല, പിന്നെ ഉളിയമ്പുഴയിൽ അത് പമ്പയാറിന് കുറുകെ കയറുന്നത് വലിയാനവട്ടത്തേക്കാണ്. പിന്നെ ചെറിയാനവട്ടം, അവിടെ നിന്ന് പോലും പക്ഷേ പമ്പയിലേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്ര വരുന്നില്ല എന്നതുള്ള, കുറച്ച് മുകളിലായിട്ടാണ് വന്നത്. പമ്പയ്ക്ക് മുമ്പായി വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്നാൽ അവിടെ നിന്ന് നേരെ നീലിമല, അപ്പാച്ചിമേട്, ശരംകുത്തി. അത് ഭക്തരുടെ സാധാരണഗതിയിലുള്ള ഒരു ഭക്തരുടെ യാത്രയല്ല, അത് ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ യാത്ര. പക്ഷേ ഈ യാത്രകളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഒരേ ഒരിടത്തിലേക്കാണ്. അത് നിന്നിലേക്കുള്ള ദൂരം, അത് എന്നിലേക്കുള്ള ദൂരം തന്നെയാണ് നിന്നിലേക്കുള്ള ദൂരം എന്ന് പറയുന്ന അയ്യപ്പൻ്റെ ആ തത്വമസിയിലേക്കാണ് ചെല്ലുന്നത്. മുമ്പ് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ അവിടെ എല്ലാത്തിനും പരശുരാമൻ നിർമ്മിച്ച ക്ഷേത്രം എന്നാണ് വിശ്വാസം. പരശുരാമൻ 5 മലകളിൽ 5 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു എന്നത്, അതിൽ ചില ക്ഷേത്രങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ലെങ്കിൽ പോലും ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഒക്കെ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും പ്രമാണങ്ങളും പുരാണവും ഒക്കെ അത്തരത്തിൽ ഈ 18 പടികൾക്കും 18 മലകളെ പ്രതിനിധീകരിക്കുന്നു എന്ന വിശ്വാസമുണ്ട്. 18 പുരാണങ്ങൾ എന്ന വിശ്വാസമുണ്ട്. ആ 18 പടികളുടെയും വീതി, ഓരോ പടിക്കും തമ്മിലുള്ള ഉയരം, അതിനെല്ലാം ചില കണക്കുകളുണ്ട്. അതാണ് പലപ്പോഴും ഈ തിരക്ക് വർദ്ധിച്ചപ്പോഴും ക്യൂ കൂടിയപ്പോഴും ഒക്കെ പടികളിലൊക്കെ രൂപമാറ്റം വരുത്തണമെന്ന് പറഞ്ഞ വലിയ വിവാദമുണ്ടായപ്പോഴൊക്കെ ഉയർന്നു വന്നത് അത് സംബന്ധിച്ച കണക്കുകൾ കൂടിയാണ്. വാസ്തു താന്ത്രിക വിദ്യ അനുസരിച്ചുള്ള നിർമ്മാണമാണ് അവിടെ നടന്നിരിക്കുന്നത്. നമ്മൾ ഓർക്കുക, ഇങ്ങനെയൊരു കാനന ക്ഷേത്രം വേറെ എവിടെ ഉണ്ടാകും? ഈ 18 മലകൾക്ക് നടുവിലായി ഇങ്ങനെയൊരു 18 മലകൾ വിലയത്തിൽ അയ്യപ്പൻ അങ്ങനെ വിലയം പ്രാപിച്ചിരിക്കുന്ന ഒരു യോഗനിദ്രയിലിരിക്കുന്ന അയ്യപ്പൻ്റെ ഒരിടം. ആ യോഗനിദ്ര വിട്ട് അയ്യപ്പനെ ഓരോ മണ്ഡലകാലത്തിലും ഉണർത്തുന്നു. അത് ഹരിവരാസനം പാടി ഉണർത്തുന്നു. അതുപോലെ തന്നെ ആഴിയിലേക്ക് അഗ്നി പകർന്ന് അങ്ങനെ അയ്യപ്പനെ, യോഗനിദ്രയിൽ നിന്ന് അയ്യപ്പനെ ഉണർത്തുകയാണ്. തപസ്യായ അയ്യപ്പനെ ഉണർത്തുകയാണ്. ഭക്തർക്ക് ദർശനം നൽകാൻ വേണ്ടി ഉണർത്തുകയാണ്. ഈ സീസണിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. നമ്മൾ ആ മണ്ഡലകാല പൂജ കഴിയുമ്പോൾ ഭസ്മ വിഭൂഷിതനായി, അല്ലെങ്കിൽ വിഭൂതിയിൽ വിഗ്രഹം മൂടി വെക്കുന്നു. അതിനുശേഷം നട തുറക്കുന്നു.
മകരവിളക്ക് ഉത്സവത്തിനായി. ആ മകരവിളക്ക് ഉത്സവങ്ങളുടെ സമാപ്തിയോടടുക്കുകയാണ്. അവിടുത്തെ എല്ലാ ചടങ്ങുകൾക്കും വളരെ വൈശിഷ്ട്യമുണ്ട്. അവിടുത്തെ പ്രസാദത്തിന് പോലും, പ്രസാദം നൽകുന്ന ഇലയ്ക്ക് പോലും, അതൊരു വാഴയില പോലുമല്ല, അത് കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഇല, റാക്കില എന്ന് പറയുന്ന ഒരു ഇലയാണ്. അപ്പോൾ അതെല്ലാം ശബരിമലയ്ക്ക് മാത്രമായ ചില രീതികളുണ്ട്, ശബരിമലയിൽ മാത്രമുള്ള നിവേദ്യങ്ങളുണ്ട്. പാനകം ഉൾപ്പെടെയുള്ള നിവേദ്യം വേറെ എങ്ങുമില്ല. അരവണ പോലൊരു പായസം വേറെ ഒരു ക്ഷേത്രത്തിലും നിവേദിക്കുന്നില്ല. ഇതിനെല്ലാം ശബരിമല എന്നാൽ വൈശിഷ്ട്യങ്ങളുടെ ഒരു സംഗമ കേന്ദ്രമാണ്. അത് എത്രയോ കോടാനുകോടി മനുഷ്യരെത്തുന്ന സന്നിധാനം. ആ അയ്യപ്പനെ വലയം ചെയ്തു നിൽക്കുന്നത് ഒരു സസ്യപ്രപഞ്ചം. അത് അത്രയേറെ പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ വിസ്തൃതമായ വനഭൂമിക്ക് നടുവിലാണ്. എത്രയോ ജീവജാലങ്ങൾ, സസ്യജാലങ്ങളുടെ സമ്പന്നമായ ഒരു ഇടം കൂടിയാണ്. അങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അതുകൊണ്ട് തന്നെയാണ് ഭക്തലക്ഷങ്ങൾ, ഭക്തകോടികൾ, ഭക്തസഹസ്രങ്ങൾ അങ്ങനെ ഒഴുകിയെത്തുന്നത്. ഇന്നത്തെ സന്ധ്യ, സംക്രമസന്ധ്യയിലെ പുണ്യദർശനം, മകരവിളക്ക് ദർശനത്തിനായി, മകര ജ്യോതി ദർശനത്തിനായി ലക്ഷങ്ങൾ കാത്തു നിൽക്കുകയാണ്. സാധ്യമായ എല്ലാ ഇടങ്ങളിൽ നിന്നും മകരജ്യോതിയിലേക്ക് കണ്ണുനട്ട് ആ പുണ്യദർശനത്തിനായി തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ കാണുവാൻ, ഒരു നോക്ക് കണ്ട് പ്രാർത്ഥിക്കുവാൻ, കൈകൂപ്പിയൊന്ന് നിൽക്കാൻ, ആ സോപാനത്തിൽ നിൽക്കാൻ ആഗ്രഹിച്ച് ലക്ഷങ്ങൾ കാത്തു നിൽക്കുകയാണ്. ആ കാഴ്ചകളിലേക്കും അവിടുത്തെ ചടങ്ങുകളിലേക്കും നമ്മളെത്തും ചെറിയ ഇടവേളയ്ക്ക് ശേഷം.